ഇന്നത്തെ വീഡിയോ കറണ്ട് ചാർജ് കണക്കാക്കുവാനുള്ള പ്രോബ്ലമാണ്. ഓരോ ഉപകരണങ്ങളും കൺസ്യൂം ചെയ്യുന്ന എനർജി എത്രയാണ്, ഓരോ ഉപകരണങ്ങളും ഉപയോഗിക്കുന്ന ഊർജം എത്രയാണ്, ആ ഊർജം കണ്ടുപിടിച്ച ശേഷം കറണ്ട് ചാർജ് കണക്കാക്കുന്ന പ്രോബ്ലമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്, ഒരു വീട്ടിൽ 6 100 വാട്ട് ബൾബുകളും, എത്രയാണ്, 6 100 വാട്ട് ബൾബുകളും 3 200 വാട്ട് ബൾബുകളും 5 മണിക്കൂർ നേരം പ്രവർത്തിക്കുന്നു. ഇത്രയും ബൾബുകൾ, ഈ 9 ബൾബുകളും 5 മണിക്കൂർ തുടർച്ചയായിട്ട് പ്രവർത്തിക്കുകയാണ്, എന്നും പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഒരു യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചാൽ 4 രൂപയാണെങ്കിൽ ഒരു മാസം എത്ര രൂപ കറണ്ട് ചാർജ് ആവും? കറണ്ട് ചാർജ് കണക്കാക്കാനുള്ള പ്രോബ്ലത്തിൽ നമ്മൾ ആദ്യം ആകെ പവർ, ടോട്ടൽ പവർ കാണണം. ടോട്ടൽ പവർ ആണെങ്കിൽ 100 വാട്ടിന്റെ 6 ബൾബാണല്ലോ, അപ്പൊ 6 × 100 പ്ലസ് 200 വാട്ടിന്റെ 3 ആണല്ലോ, 200 വാട്ടിന്റെ 3 × 200 600, ഇത്രയും വാട്ട്സ് കിട്ടും. അപ്പോൾ 600 പ്ലസ് 600 1200 വാട്ട്സ് ആകെ പവർ. ഇനി നമുക്ക് ആകെ ഉപഭോഗം, എനർജി കൺസ്യൂംഡ് കാണണം. എത്ര എനർജിയാണ് ഒരു മാസം കൺസ്യൂം ചെയ്യുന്നത് കാണണം. അത് കാണണമെങ്കിൽ ആകെ പവർ ഇൻറ്റു സമയം ഡിവൈഡഡ് ബൈ 1000. ആകെ പവർ എന്താണ്? 1200 വാട്ട്സ് ആണ് ആകെ പവർ. ഇനി എത്ര സമയമാണ്? 5 മണിക്കൂർ വീതം ഒരു മാസത്തേക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ 5 മണിക്കൂർ വീതം 5 × ഒരു മാസം എന്ന് പറയുമ്പോൾ 30 ദിവസം എടുക്കാം. 30 ഡിവൈഡഡ് ബൈ 1000. അപ്പൊ നമ്മളത് ചെയ്യാം. ഇതും വെട്ടിപ്പോയി, ഈ രണ്ടും വെട്ടിപ്പോയി. 12 × 5 = 3 × 6 = 18 180 കിലോ വാട്ട്, 150 കിലോ വാട്ട് അവർ, അല്ലെങ്കിൽ 180 യൂണിറ്റ്സ്. കിലോ വാട്ട് അവറിനെയാണ് വൈദ്യുതിയുടെ യൂണിറ്റ് എന്ന് പറയാം. ഒന്നുകൂടെ നോക്കാം. ഈ 0 വെട്ടിപ്പോയി, ഈ 2 0 വെട്ടിപ്പോയി. 12 × 5 = 60 3 × 6 = 18. അപ്പോൾ 60 180 യൂണിറ്റ് ആണ് വൈദ്യുതി ചാർജിലെ യൂണിറ്റ്. ഇനി കറണ്ട് ചാർജ് കണക്കാക്കണം. കറണ്ട് ചാർജ്, ഇലക്ട്രിസിറ്റി ചാർജ് കണക്കാക്കാൻ എന്ത് ചെയ്യണം? 180 യൂണിറ്റ് ഒരു മാസം ഉപയോഗിച്ചു, ഒരു യൂണിറ്റിന് 4 രൂപ. അപ്പൊ 180 × 4 4 0 0 എന്നാൽ 32 ഇഷ്ടം 3 1 4 3 7 എഴുതിട്ടത് 4 0 എന്നാൽ 32 ഇഷ്ടം 3 1 4 3 7 720 രൂപയാണ് കറണ്ട് ചാർജ്. ഇങ്ങനെ കറണ്ട് ചാർജ് നമുക്ക് കണക്കാക്കാം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്നും അല്പം വ്യത്യാസമായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. കഴിഞ്ഞ പ്രോബ്ലത്തിന്റെ പ്രത്യേകത, ആ ബൾബുകളെല്ലാം ഒരു ദിവസം ഒരേ മണിക്കൂറുകളാണ്. 5 മണിക്കൂറാണ്, 5 മണിക്കൂർ തന്നെ പ്രവർത്തിച്ചു. അങ്ങനെ ഒരു വീട്ടിലുണ്ടാവുമോ? ഒരു ബൾബ് 10 ബൾബാണെങ്കിൽ 10 ബൾബ് 5 മണിക്കൂർ തന്നെ പ്രവർത്തിക്കും. ഒരു ബൾബ് ചിലപ്പോൾ പുറത്തെ ബൾബാണെങ്കിൽ ചിലപ്പോൾ 5 മണിക്കൂർ പ്രവർത്തിക്കും, അടുക്കളയിലാണെങ്കിൽ ചിലപ്പോൾ 2 മണിക്കൂർ പ്രവർത്തിക്കും. അങ്ങനെയാണ് സാധാരണ പ്രാക്ടിക്കലായിട്ട് വരിക. പ്രായോഗികമായി അങ്ങനെ വരാറുള്ളൂ. അപ്പൊ അങ്ങനത്തെ കണക്കാണെങ്കിൽ കുറച്ചും കൂടി പ്രയാസമുണ്ട്, ഒറ്റയടിക്ക് കാണാൻ പറ്റില്ല. ഇവിടെ കണ്ടില്ല, ഈ വീട്ടിൽ 100 വാട്ട് ബൾബ് 5 ഉണ്ട്. 100 വാട്ട് ബൾബ് ഒരെണ്ണമുണ്ട്, അത് 5 മണിക്കൂർ പ്രവർത്തിക്കുന്നു. 200 വാട്ട് ബൾബ് ഒരെണ്ണമുണ്ട്, അത് 3 മണിക്കൂർ പ്രവർത്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തെ കറണ്ട് ചാർജ് 8 രൂപ നിരക്കിൽ കാണണം. കണ്ടോ? അപ്പൊ ഇവിടെ ഓരോന്നിന്റെയും ഉപഭോഗം ഓരോ ദിവസത്തെയും കാണണം. എങ്ങനെയാണ്? ഈ 100 വാട്ട് ബൾബ് ഉണ്ടല്ലോ, അത് ഒരെണ്ണമല്ലേ ഉള്ളൂ. ഈ 100 വാട്ട് ബൾബ് ഒരു ദിവസം ഉപയോഗിക്കുന്ന ഊർജം, 100 വാട്ട് ബൾബ് ഒരു ദിവസം കൺസ്യൂം ചെയ്യുന്ന എനർജി എത്രയാണെന്ന് അറിയാൻ 100 × എത്ര സമയം പ്രവർത്തിക്കും? 5 മണിക്കൂർ. 5/1000 പ്രത്യേകം കാണണം. കണ്ടോ? അപ്പോൾ ഇതും കട്ട് ചെയ്തു, ഈ 2 0 കട്ട് ചെയ്തു. 5 5 10 കൊണ്ട് ഹരിക്കണമെങ്കിൽ പുറകെ നിന്ന് ഒരു സ്ഥാനം മാറ്റി കുത്തിരണം. 0.5.
ഇനി 200 വാട്ട് ബൾബ് ഒരു ദിവസം എന്തോരം ഊർജം ഉപയോഗിക്കും, എത്ര എനർജി കൺസ്യൂം ചെയ്യും? അപ്പൊ 200 ഇൻറ്റു 3/1000, ഈ 3 6, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പുറകിൽ നിന്ന് ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. ഇപ്പൊ ചിലപ്പോൾ ചില കണക്ക് വയ്ക്കും 100 വാട്ട് ബൾബ് ഒരെണ്ണമല്ലേ ഉള്ളൂ, 4 ഉണ്ടാവും. 4 ആണെങ്കിൽ എന്ത് ചെയ്യണം? 100 ഇൻറ്റു ആ എണ്ണം, 4 ഇൻറ്റു ആ മണിക്കൂർ. കണ്ടോ, 100 വാട്ട് ബൾബ് 4 ഉണ്ട്, 5 മണിക്കൂർ പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ 100 ഇൻറ്റു 4 ഇൻറ്റു 5. അതുപോലെ 200 വാട്ട് ബൾബ് 10 3 മണിക്കൂർ പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ 200 ഇൻറ്റു 10 ഇൻറ്റു 3/1000. അങ്ങനെ വേണം ചെയ്യാൻ. അപ്പോൾ ഈ ബൾബ് ഒരു ദിവസം ഇത്രയും യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കും, ഇത്രയും യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കും. അപ്പൊ ആകെ ഉപഭോഗം എത്രയാണ്? 0.5 പ്ലസ് 0.6 എഴുതി ഇങ്ങനെയാണ് കൂട്ടുന്നത് കേട്ടോ. കൂട്ടുന്നത് അത് അറിയില്ല, നോക്കുക. 6 5 11 ശിഷ്ടം 1 അപ്പൊ 1.1 യൂണിറ്റ് ആണ് ഒരു ദിവസം ഉപയോഗിക്കുന്നത്. 1.1 യൂണിറ്റ് ആണ് ഒരു ദിവസം ഉപയോഗിക്കുന്നത്. ഒരു മാസം അല്ലേ? അപ്പൊ ഒരു മാസത്തെ കറന്റ് ചാർജ്, ഇലക്ട്രിസിറ്റി ബില്ല് ഒരു മാസത്തെ കാണണമെങ്കിൽ ഒരു ദിവസത്തെ ഉപഭോഗം 1.1. അങ്ങനെ 30 ദിവസം ഉപയോഗിക്കും. യൂണിറ്റിന് 8 രൂപ. അപ്പൊ 3 8 24 എടുക്കുക. ഒരു 0 ഉണ്ട് അവിടെ കിടക്കട്ടെ കേട്ടോ. ഈ 11 കൊണ്ട് ഗുണിക്കാൻ എളുപ്പ വഴി. 1 24 24 1 24 24 4 264. ഒരു 0 ഇടാൻ മറന്നുപോയില്ലേ, അത് ഇട്ടു. ഈ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമല്ലേ ആകെ ഉള്ളൂ, പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം ഇട്ടു. അപ്പൊ എത്രയാണ്? 264 രൂപയാണ് ആ വീട്ടിലെ കറണ്ട് ചാർജ്. കറണ്ട് ചാർജ് കണക്കാക്കാനുള്ള ഒരു ചോദ്യം 98% വരാൻ സാധ്യതയുണ്ട്. 2% ഞാൻ വെറുതെ വിട്ടുകൊടുന്നുള്ളൂ. 100% വരാൻ സാധ്യതയുണ്ട്. അപ്പൊ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ആ ബൾബുകളെല്ലാം എല്ലാ ബൾബുകളും ഒരേ 5 മണിക്കൂർ വീതമാണോ, മൊത്തം 6 മണിക്കൂർ വീതമാണോ പ്രവർത്തിക്കുന്നത്? അല്ലെങ്കിൽ ഓരോ ബൾബും 1 മണിക്കൂർ 4 ബൾബുണ്ട്, അത് 100 വാട്ടിന്റെ, അത് 2 മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ 200 വാട്ടിന്റെ ബൾബ് 3 ഉണ്ട്, അത് 6 മണിക്കൂർ പ്രവർത്തിക്കുന്നു. ഒരു ഫാൻ 750 വാട്ട്സിന് ഉണ്ട്, അത് 10 മണിക്കൂർ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് വന്നാൽ ഓരോ ദിവസത്തെയും ആ ഒരു ബൾബിന്റെ ഉപഭോഗം മനസ്സിലാക്കണം. ബൾബിന്റെ എണ്ണം ഇൻറ്റു സമയം. ഒരെണ്ണമുള്ള ഇട്ടിട്ടില്ല, 1000. അങ്ങനെ ഓരോന്നിനെ കണ്ടുപിടിച്ചിട്ട് ഒരു ദിവസത്തെ ഉപഭോഗം കാണാൻ അതെല്ലാം കൂടെ കൂട്ടണം. എന്നിട്ട് ഒരു ദിവസത്തെ കൺസപ്ഷനെ നമ്മൾ ആ 30 ദിവസത്തിലെ ഒരു മാസം 30 ഇൻറ്റു 8. ഇപ്പൊ ജനുവരി മാസം എന്ന് പറഞ്ഞാൽ 31 ഇടും. അങ്ങനെ ആ മാസത്തിൽ എത്ര ദിവസം ഉണ്ടോ ആ 30 ഉള്ളതിന് 31 ഇടും. ഫെബ്രുവരി ആണ് ചിലപ്പോൾ 28 അല്ലെങ്കിൽ 29 ഇടും. ഇത് തീർച്ചയായിട്ടും വരും. ഇത് ചെയ്ത് പഠിക്കുക. തന്നെ ഒരു കണക്കൊക്കെ ഉണ്ടാക്കി ചെയ്ത് ഇപ്പോൾ തന്നെ പഠിക്കുക. തിങ്കളാഴ്ചയാണ് പരീക്ഷ, മറക്കരുത്.